ഹലോ ഗൈസ്, ഇന്ന് കണ്ടൻ്റൊന്നുമില്ലല്ലോ എന്നിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കോൾ വന്നത്. വേറെ ആരുമല്ല, അത് ആശാനായിരുന്നു. എൻ്റെ ചെണ്ടയ്ക്ക് കുറച്ച് വർക്കുണ്ട്, വരുമെന്നായിരുന്നു ചോദ്യം. പിന്നെ ഒന്നും തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. അപ്പോഴേ ചെരുപ്പെടുത്തിട്ടു വണ്ടി എടുത്ത് ഇറങ്ങി. ഇനിവേ ഞാൻ അത് എൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഒരു മേളക്കാരനാണ്. പിന്നെ മേളം ഒരു സൈഡായിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. മെയിനായിട്ട് വേറെ ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയുക. നമുക്ക് അടുത്തടുത്ത് വരുന്ന വീഡിയോകളിൽ എല്ലാം അത് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ചെണ്ടമുറിയിലേക്ക് പോവാം. ഇതാണ് പാച്ചല്ലൂർ രാധാകൃഷ്ണൻ ആൻഡ് പാർട്ടി എന്ന് നടത്തുന്ന ചെണ്ടമേളം. ചെണ്ടമേളത്തിൻ്റെ പേര് ശ്രീ ഭദ്ര ബാലഗണപതി ചെണ്ടമേളം. ഇതാണ് നമ്മുടെ ചെണ്ട വച്ചേക്കുന്ന സ്ഥലത്തുള്ള കോവിൽ, ചെണ്ടമുറി. ഇത് പുതിയ ചെണ്ടയ്ക്കുള്ള സാധനങ്ങൾ വച്ചേക്കുന്നതാണ്. ഇവൻ നമ്മളെ സഹായിക്കാൻ വന്നതാണ്. പുള്ളി ആശാൻ്റെ കൊച്ചുമോനാണ്. അപ്പം ചെണ്ടയ്ക്ക് പണി ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴായിരുന്നു ബ്ലേഡ് പോയിരിക്കുന്നു. അത് തുരുമ്പെടുത്ത് പോയിട്ട്, അപ്പോൾ ഇത് വെച്ച് എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അപ്പോഴേ വണ്ടി എടുത്തു ബ്ലേഡ് വാങ്ങിക്കാൻ വേണ്ടി ഹാർഡ്വെയർ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഷോപ്പ്. ഇവിടെ ചെന്നപ്പോൾ ചേട്ടൻ 2 കവർ ബ്ലേഡ് എടുത്ത് തന്നു. ഒന്ന് 60-ൻ്റെയും ഒന്ന് 100-ൻ്റെയും. 60-ൻ്റെ നമ്മൾ പണിക്ക് ഇരിക്കുമ്പോൾ അത് ചൂടാകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, 100-ൻ്റെ തന്നെ കാശ് കൊടുത്ത് മേടിച്ചു. 100-ൻ്റെ നല്ലത്, അത് ആ ക്വാളിറ്റി കൂടുതൽ. നമ്മളവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ വണ്ടി എടുത്തു, തിരിച്ച് ചെണ്ടമുറിയിൽ. അങ്ങനെ നമ്മൾ തിരിച്ച് ചെണ്ടമുറി എത്തി. ഇവൻ നമ്മൾ സഹായിക്കാനിരിക്കുന്നതാണ്. അവസാനം നമുക്കൊരു പണിയായി വരും. അങ്ങനെ പണി തുടങ്ങി. രോമം കളയണം ഫസ്റ്റ്. രോമം കളഞ്ഞതിന് ശേഷം, രോമം കളയാനാണ് ബ്ലേഡ് മേടിച്ചത് നമ്മൾ. എന്നിട്ട് നമ്മുടെ കത്തി വെച്ച് അതിന് ചെത്തി റെഡിയാക്കി മിനുസാക്കി എടുക്കണം. എന്നിട്ട് വെള്ളത്തിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കഷ്ടപ്പെട്ട പണിയാണ്, എന്നാലും നമ്മളത് ചെയ്ത് തീർക്കും. കാരണം നമ്മുടെ മേളത്തിന് കൊണ്ടുപോകണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഒന്ന് എണീച്ചു. അപ്പോഴാണ് നോക്കിയപ്പോൾ സമയമായി വീട്ടിൽ പോകാൻ. ജോലിക്ക് 2 മണിക്ക് കയറണം. അപ്പം നേരെ വീട്ടിലേക്ക്. വീട്ടിൽ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി നേരെ യൂണിഫോം എടുക്കാം. യൂണിഫോം എടുത്തിട്ടപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെ യൂണിഫോം എടുത്തിട്ട് റെഡിയായി നേരെ ലുലുവിലാണ് ജോലി ചെയ്യുന്നത്. വണ്ടി എടുത്തു. ഇനി ബാക്കി നേരെ ലുലുവാണ്. ലുലുവിലെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് ജോബിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലുലുവിലെ വീഡിയോ എടുക്കാത്തത്. ബാക്കി നമുക്ക് ലുലുവിൽ പോകുന്ന വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റോഡിൽ കയറിയിട്ട് ബാക്കി കാണാം.
ഒരു കാര്യം പറയാൻ വിട്ടു ഗൈസ്, ഇതാണ് കേരളത്തിലെ ഏക പരശുരാമസ്വാമി ക്ഷേത്രം. അത് തിരുവല്ലത്താണ് ഇരിക്കുന്നത്. ഇവിടെയാണ് കർക്കിടകവാവിനെ ബലിയിടാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.